ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കാരണം കുറെ സബ്സ്ക്രൈബേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. മാത്രമല്ല 2 ദിവസം മുൻപ് എനിക്ക് ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഒരു ആവശ്യം വന്നു. നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് എന്നുള്ളത്. ഇത് പലർക്കും അറിയില്ല. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ തന്നെയുള്ള കാര്യം നമുക്ക് പലർക്കും അറിയാത്തത് കൊണ്ട് നമ്മൾ ഫോൺ കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാം, എങ്കിലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാവുള്ളൂ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം പലർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഫോണിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പൊ ആ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മുടെ ഫോണിൽ തന്നെയുള്ള പല ആപ്ലിക്കേഷൻസും നമുക്ക് അറിയാറില്ല. അപ്പൊ നമുക്ക് ഫോൺ ഒന്ന് ഞാൻ സൈഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിരവധി ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. ഡിഫോൾട്ട് ആയിട്ടുള്ള പല ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതുപോലുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ആ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് ഫോക്കസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഫോക്കസ് എന്നുള്ള മോഡ് ഇവിടെ വരുന്നതായിട്ട് കാണാം. ആ ഫോക്കസ് മോഡ് അല്ലേ, ഫോക്കസ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആ ഫോക്കസ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ മാത്രം ശ്രദ്ധിക്കണം, നമ്മുടെ ആ വർക്കിൽ മാത്രം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കത് ഫോണിലേക്ക് ഒരു ആപ്പിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എല്ലാ കണ്ടേ സെലക്ട് ഡിസ്ട്രാക്ടിങ് ആപ്സ്, ഏതെല്ലാം ആപ്പുകളാണ് നമ്മളെ ശല്യപ്പെടുത്താതിരിക്കേണ്ടത്, നോട്ടിഫിക്കേഷൻസും വരാതിരിക്കേണ്ടതുണ്ട്. ഞാൻ യൂട്യൂബ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യാണ്, വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ അത് കഴിയുന്നത് വരെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടേൺ ഓൺ നൗ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദി സ്പോട്ടിലേക്ക് അല്ലേ ഇത്രയും കാര്യങ്ങൾ ഈ ആപ്പുകളിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ പേടിക്കേണ്ട, ഇത് നിങ്ങൾക്ക് തിരിച്ച് ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ഏത് സമയത്താണോ തടസ്സപ്പെടുത്താതിരിക്കേണ്ടത് ആ സമയത്ത് മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതിനിടയിൽ നമുക്കൊരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ബ്രേക്ക്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ആ ടേക്ക് ബ്രേക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിന് നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് കാണാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. കാരണം ഇനിയും നമുക്ക് ഇത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, ഫുൾ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് സെറ്റ് എ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതിന്റെ മുകളിൽ കാണുന്നുണ്ട്. ഈ ടേൺ ഓഫ് നൗവിന്റെ മേലെയായിട്ട് സെറ്റ് എ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി കാണുന്നുണ്ട്. അതിനെ കുറിച്ചും കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് എ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടൈം കറക്റ്റ് ആയിട്ട് അതിൽ ചാർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോവാണ്, അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടൈം ഡേറ്റ് അടക്കം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. രാവിലെ നമ്മുടെ ടൈം, ഓഫീസ് ടൈം ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ടൈം ഓരോന്നായിരിക്കും, അല്ല ഡിഫറെന്റ് ടൈം ആയിരിക്കും. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്ന ഒരു 10 മണിക്കാണ് നമ്മുടെ ഓഫീസ് ടൈം എങ്കിൽ 10 മണി കൊടുത്തു. ഇനി ഈവനിങ് എത്ര മണി വരെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ചില ആളുകൾക്ക് 6 o'clock വരെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് 7 o'clock വരെ ആയിരിക്കും. അപ്പൊ ആ 7 o'clock സെറ്റ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് മിനിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ്, 7:30 ആണെങ്കിൽ 30 ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 7:30 ആക്കിയിട്ടുണ്ട്. അതിനുശേഷം താഴെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെ 10 മണി തൊട്ടിട്ട് വൈകിട്ട് 7:30 വരെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് ഒന്നും നമ്മളെ തടസ്സപ്പെടുത്തില്ല. അത് നമുക്ക് ഓഫീസ് ഡേയ്സ് ഏതൊക്കെയാ വരുന്നത് നോക്കിയാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ മുതൽ നമുക്ക് സാറ്റർഡേ വരെ നമുക്ക് കൊടുക്കാം. സൺഡേ വർക്കിംഗ് അല്ലാത്ത ആയതുകൊണ്ട് നമുക്ക് സൺഡേ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ വർക്കിംഗ്, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒഴിവാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ആ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് അത് മാറാണ്. അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ഓഫീസ് ടൈമിൽ ഒരിക്കലും നിങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകളിൽ നിന്ന് യാതൊരു തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് ഒരു ഓപ്ഷൻ കൂടി പറയാം. അതിന്റെ താഴെ സെലക്ടഡ് മോർ ഓപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ആപ്ലിക്കേഷൻ ഏതാന്നുള്ളത് ഇന്ന് സെലക്ട് ചെയ്തിട്ട് അതും കൂടി അതിന്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി മുകളിലുള്ള ലിസ്റ്റിലേക്ക് ആഡ് ആവും. പിന്നീട് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ടൈമിന്റെ ഇടയിൽ ഒരു നോട്ടിഫിക്കേഷൻസും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പുതിയതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻസും വരുന്നതല്ല.
ഇത് വരുന്ന എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരുമിച്ചായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ സമയം, നമ്മുടെ ഏത് കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, ആ ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെല്ലാം വരുള്ളൂ. അപ്പൊ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണിത്. എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.